ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ നേഴ്സസ് ഓൺ വീൽസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 4, 2024 UK ജനറൽ ഇലക്ഷൻ, അതായത് പാർലമെൻറ്റിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്ന ദിവസമാണ്. അപ്പം ഇന്ന് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് ഇപ്പം വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് വോട്ടിങ്. അപ്പോൾ UK വോട്ട് ചെയ്യാന്ന് പറയുന്നത് ഇവിടെ PR സിറ്റിസൺ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വേണ്ട. നമ്മളിവിടെ UK പെർമനൻ്റായിട്ട് താമസിക്കുന്ന ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം. ബട്ട് നമ്മൾ വോട്ട് ചെയ്യാനായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. ജസ്റ്റ് രജിസ്റ്റർ ടു വോട്ട് എന്ന് ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ GOVയുടെ ഒരു സൈറ്റിലേക്ക് പോകും. നമ്മുടെ അഡ്രസ്സും മറ്റു കാര്യങ്ങളും ഒക്കെ അടിക്കുക. അപ്പം നമുക്കിതുപോലെ ഇലക്ഷൻ സമയമാകുമ്പം ഇതുപോലെ ഒരു പോൾ കാർഡ് വരും. ഈ പോൾ കാർഡ് കൊണ്ടാണ് നമ്മൾ വോട്ട് ചെയ്യാൻ പോകേണ്ടത്. പക്ഷേ പോൾ കാർഡ് കൊണ്ടുപോകണമെന്ന് മസ്റ്റൊന്നുമല്ല. പോൾ കാർഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ കാര്യങ്ങൾ കുറച്ചുകൂടെ പെട്ടെന്ന് നടക്കും എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മളൊരു ID പ്രൂഫ് കൊണ്ടുപോകണം. അപ്പോൾ ID പ്രൂഫ് ആണെങ്കിൽ തന്നെ ഇവർ ഒരുപാട് എക്സാമ്പിൾസ് പറയുന്നുണ്ട് ഇതിനകത്ത്. പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ബയോമെട്രിക് കാർഡ്, പിന്നെ അതുപോലെ പാസ് കാർഡ്, പിന്നെ പ്രായമായിരിക്കുകയാണെങ്കിൽ ഫ്രീഡം പാസ്, ഓൾഡ് പേഴ്സൺസിൻ്റെ ബസ് പാസ്, അങ്ങനെ യൂറോപ്യൻ ID, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനിപ്പം നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും കൊണ്ടാണ് പോകാൻ പോകുന്നത്. അതിൻ്റെ വോട്ടിങ്ങിൻ്റെ സമയം എന്ന് പറയുന്നത് രാവിലെ 7 തൊട്ട് രാത്രി 10 മണി വരെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ കൂട്ട് അങ്ങനെ വലിയ തിരക്കൊന്നും കാണത്തില്ല, കാരണം ഇവിടെ ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട്. പിന്നെ വോട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ബൂസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ മോർഗേജ് അഡ്വൈസേഴ്സൊക്കെ എപ്പോഴും നമ്മളെ അഡ്വൈസ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ വീടൊക്കെ എടുക്കാൻ പോകുന്ന നേരത്ത് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. വോട്ടിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് മോർഗേജിന് മാത്രമല്ല, നമ്മളൊരു ലോൺ എടുക്കുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എന്തിനായാലും നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഒന്ന് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് രജിസ്റ്റർ ടു വോട്ട്. അപ്പോൾ എല്ലാവരും രജിസ്റ്റർ ടു വോട്ട് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ നല്ലതായിരിക്കും. അങ്ങനെ അപ്പം പിന്നെ വോട്ട് ചെയ്യുമ്പോഴും ഇത് ഗുണമുണ്ടെന്നാണ് ഒരു അഡ്വൈസർ പറഞ്ഞത്. അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ, വോട്ടും കൂടെ ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് സ്കോറിൽ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഇന്നത്തെ വോട്ടിംഗ് സെൻറ്റർ ഒക്കെ ഒന്ന് കാണാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം നമുക്ക് വോട്ട് ചെയ്യാനായിട്ട് പോകാം. അപ്പം നമുക്ക് വോട്ടിംഗ് സെൻറ്ററിലേക്ക് നടക്കാം. UK പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കൂട്ടം അങ്ങനെ വലിയ മൈക്ക് വെച്ചുള്ള പ്രചരണങ്ങളോ അതുപോലുള്ള വോട്ടിങ്ങിൻ്റെ പ്രചരണമൊന്നും ഇവിടെ ഇല്ല. ഞാൻ ഈ പ്രാവശ്യം ഒരു വോട്ടിംഗ് കാൻഡിഡേറ്റ്സിനെയും ആരെയും കണ്ടിട്ട് പോലും ഇല്ല. ജസ്റ്റ് നമ്മുടെ വീട്ടിൽ ഒരു നോട്ടീസ് പോലെ അവരുടെ ഒരു ലീഫ്ലെറ്റ് ചിലപ്പോൾ പോസ്റ്ററിലോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ ലെറ്റർ ബോക്സിൽ കൂടെ ഡോറിനകത്തേക്ക് ഇടും. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഇവിടെ ആകെ ഒരു ഇലക്ഷൻ പ്രചരണമായിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ ഇടയ്ക്ക് ചിലരിങ്ങനെ കാറിലൊക്കെ കൊടിയൊക്കെ വെച്ചുകൊണ്ട് പോകും. ഓരോരുത്തരുടെ പാർട്ടിയുടെ കൊടിയൊക്കെ വെച്ചേക്കുന്ന കാണാം. പിന്നെ അല്ലാതെ അങ്ങനെ നാട്ടിലെ കൂട്ട് വലിയ ഇലക്ഷൻ പ്രചരണങ്ങളൊന്നും ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും നമ്മുടെ ഇന്നത്തെ വോട്ടിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളാണ്. സ്കൂളിനോട് ചേർന്ന് തന്നെ ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ ഉണ്ട് സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത്. അപ്പോൾ അവിടെ വെച്ചാണ് ഇന്ന് ഇലക്ഷൻ നടക്കുന്നത്, നമ്മുടെ സെൻറ്റർ. അതുപോലെ ഒരുപാട് സെൻറ്ററുണ്ട് അടുത്തടുത്ത് തന്നെ ഉള്ള ലൈബ്രറി, അതുപോലുള്ള എല്ലാം സെൻറ്റേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല. പിന്നെ നാട്ടിലെ കൂട്ട് എല്ലാ ആൾക്കാരും ഇവിടെ വോട്ട് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ഇതാണ് സ്കൂളിലേക്കുള്ള എൻട്രൻസ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് അടുത്തൊരു എൻട്രൻസ് തന്നെയാണ്. കണ്ടോണം, ഇവിടെ അങ്ങ് ഒരു തിരക്ക് പോലും ഇല്ലാണ്ട്. ഇതാണ് ഗേറ്റ്, പോളിംഗ് സെൻറ്ററിലേക്ക് കയറാനായിട്ടുള്ള ഗേറ്റാണ്. അവിടെ ഏതാണ്ട് ചെറിയ 1-2 നോട്ടീസ് ഓഫ് എലക്ഷനും ഇതിങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് കണ്ടല്ലേ വോട്ടിംഗ് സെൻറ്റർ. പോളിംഗ് സ്റ്റേഷൻ ചെറിയ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരാളും ഇല്ല. അപ്പം നമുക്ക് അകത്തേക്ക് കയറാം. ക്യാമറ അകത്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മുടെ വോട്ടിംഗ് ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല. 5 മിനിറ്റിനകത്ത് കഴിഞ്ഞു. നമ്മളവിടെ ചെല്ലുമ്പോൾ ഞാൻ പോളിംഗ് കാർഡ് കാണിച്ചു. അപ്പോൾ അതുകൊണ്ട് അവർ പെട്ടെന്ന് നമ്മുടെ നോക്കിയിട്ട് നമ്മുടെ അഡ്രസ്സൊന്നും ചോദിക്കും. നമ്മുടെ ID കാർഡ് ചെക്ക് ചെയ്യും. ID കാർഡ് ചെക്ക് ചെയ്തിട്ട് അവർ നമുക്കൊരു ബാലറ്റ് പേപ്പർ തരും. ബാലറ്റ് പേപ്പറിൽ 7 പാർട്ടിയും കാൻഡിഡേറ്റ്സും ഉണ്ട്, പ്ലസ് ഒരു 1 ഇൻഡിപെൻഡൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 8 പേര്. നമ്മൾ അതിൽ ഒരെണ്ണത്തിലൊരു ക്രോസ് ചെയ്യുക, എന്നിട്ട് അവരുടെ ബോക്സ് വെച്ചിട്ടുണ്ട്, അതിലിടുക. അങ്ങനെ നാട്ടിലെ കൂട്ട് വോട്ടിംഗ് മെഷീനോ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല.
അതുപോലെ ഇവിടെ UK വോട്ടിങ് കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗറിൽ മഷി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. വോട്ടിങ് ചെയ്തോ ഇല്ലയെന്ന് അങ്ങനെ ആർക്കും മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ജസ്റ്റ് ID ചെക്ക് ചെയ്യുന്നു, അത് അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ വോട്ടിങ്ങിൻ്റെ രീതി സംഭവം. അപ്പം എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ. അപ്പം നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി.